ജോർജ് ജോസഫ് സാറ് മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെയും മരുമകനും മുൻ മന്ത്രിയുമായ മുഹമ്മദ് റിയാസിന്റെയും വീടുകളിൽ ഇ.ഡി. റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എക്സാലോജിക് CMRL ഇടപാടുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു റെയ്ഡ് എന്നാണ് കൃത്യമായിട്ട് നമുക്ക് ലഭിക്കുന്ന വിവരം. CMRLുമായി ബന്ധപ്പെട്ട 12 ഇടങ്ങളിൽ റെയ്ഡ് നടത്തുന്നുണ്ട്. ഈ റെയ്ഡിനെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇത് അനിവാര്യമായ ഒരു റെയ്ഡ് തന്നെ. അതിൽ നിന്ന് മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയനോ മകൾക്കോ മുഹമ്മദ് റിയാസിനോ അവരുമായിട്ട് ചില സാമ്പത്തിക ഇടപാടുകൾ പങ്കുവെച്ചവർക്കോ ഇതിൽ നിന്നും മോചനമില്ല. എന്തുകൊണ്ടാണ് ഇത്രയും ദിവസം ഈ റെയ്ഡ് നടക്കാതിരുന്നത്? ഇഡിയുടെ റെയ്ഡിനെതിരെ ഒരു കേസ് കേരള ഹൈക്കോടതിയിലുണ്ടായിരുന്നു. ആ റെയ്ഡ് തടയണം എന്നുള്ള രീതിയിലുള്ള ആ പെറ്റീഷൻ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി തള്ളി. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇന്ത്യയിൽ കള്ളപ്പണം നടത്തുന്നവർക്കെതിരായി, അങ്ങനെ സ്വത്ത് സമ്പാദിക്കുന്നവരെതിരായി കേസുകളെടുത്ത് അത് പിടിച്ചെടുക്കുന്ന ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയാണ് ഇ.ഡി. ഇ.ഡിക്ക് പ്രാരംഭമായി ഒരു FIRൻ്റെ ആവശ്യമില്ല. ഇ.ഡി അവർക്ക് അന്വേഷണം തുടരാം, FIR വേണ്ട. എന്നാൽ CBIക്കും മറ്റ് സംസ്ഥാന പോലീസുകൾക്കും പോലീസിനും അവർക്ക് ഒരു കേസ് എടുക്കണമെങ്കിൽ FIR വേണം. ഇ.ഡിക്ക് അതിൻ്റെ ആവശ്യമില്ല. അതേസമയത്ത് ഇ.ഡിക്ക് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഇത്രയും ദിവസമായിട്ട് ഈ റെയ്ഡ് ഇ.ഡി നീട്ടിവെച്ചത്? അത് നിയമപരമായ ഒരു കാര്യം തന്നെയാണ്. കാരണം ഇ.ഡിയുടെ നീക്കം തടയിടാനായിട്ട് കേരള ഹൈക്കോടതിയിലും ഡൽഹി ഹൈക്കോടതിയിലും ഒക്കെ ഡിഫൻസീവായ ഇടപാടുകൾ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും CMRLും അതുപോലെ KSIDCയും കരിമണൽ കർത്തായും ഒക്കെ നടത്തിക്കൊണ്ടിരുന്നു. ഇവിടെ പ്രധാനമായി ഉണ്ടായ ആരോപണം 1,72,00,000 രൂപ കരിമണൽ കർത്ത വീണ വിജയൻ്റെ CMRLന് കൊടുത്തു. അവരൊരു സേവനവും ഇവർക്ക് ചെയ്തില്ല. പിന്നെ എന്തിനാണ് 1,72,00,000 രൂപ കൊടുത്തത്? അതിന് മറുപടി പറയാനായിട്ട്, തൃപ്തികരമായി മറുപടി പറയാൻ വീണ വിജയനോ മുഹമ്മദ് റിയാസിനോ, ഭർത്താവ് മുഹമ്മദ് റിയാസിനോ, മുൻ മുഖ്യമന്ത്രിക്കോ കഴിഞ്ഞില്ല. KSIDCക്കും കഴിഞ്ഞില്ല. കർത്തായ്ക്കും, കരിമണൽ കർത്തായ്ക്കും കഴിഞ്ഞില്ല. കരിമണൽ കർത്ത കരിമണൽ അവിടുന്ന് കയറ്റി അയാൾ അതിനകത്തുള്ള സിന്തറ്റിക് റൂട്ടൈൽ ആൻഡ് ഫെറിക് ക്ലോറൈഡ് അവ വേർതിരിച്ച് ഹൈ ഗ്രേഡ് സിന്തറ്റിക് റൂട്ടൈൽ വേൾഡ് മാർക്കറ്റിൽ വിൽക്കുകയാണ്. കേരളത്തിൻ്റെ തീരപ്രദേശത്ത് എടുക്കുന്ന മണൽ അത് പബ്ലിക് പ്രോപ്പർട്ടിയാണ്, സംസ്ഥാനത്തെ ജനങ്ങളുടെ പ്രോപ്പർട്ടിയാണ്, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്രോപ്പർട്ടിയാണ്. ആ മണൽ ഒരു പ്രൈവറ്റ് കമ്പനിയാണ് ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക് കയറ്റി അയക്കുന്നത്. അപ്പോൾ അതിന് പല പ്രശ്നങ്ങളും നേരിടും. സർക്കാരിന് വേണം ഏത് സമയം അത് സ്റ്റോപ്പ് ചെയ്യാം. അത് പൊതുമുതലാണ് മിനറൽസ്. ഈ മിനറൽസ് അത് അതിനകത്തുനിന്ന് ടൈറ്റാനിയം ഉണ്ടാക്കുകയാണ്. ടൈറ്റാനിയം ഡെറിവേഷൻസ് അതിൽ നിന്ന് ഉണ്ടാക്കുകയാണ്. അത് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ കരിമണൽ കർത്ത വിൽക്കുകയാണ്. കോടിക്കണക്കിന് രൂപയാണ് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് വരുന്നത്. ടൈറ്റാനിയം ഡെറിവേഷൻസ് ഈ കരിമണലിൽ ലഭ്യമാണ്. അത് ഓസ്ട്രേലിയയിലാണ് പിന്നെയുള്ളൂ, വേറെ 1-2 ആഫ്രിക്കൻ രാജ്യത്തിൻ്റെ തീരത്തുമുണ്ട്. ഈ കരിമണൽ ടൈറ്റാനിയം ഡെറിവേഷൻസ് ഉപയോഗിച്ചാണ് ബോംബുകൾ, ആറ്റം ബോംബ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കാനുള്ള അതിൻ്റെ സമ്പുഷ്ടീകരിച്ചാണ് പിന്നീട് അതിൽ നിന്ന് ഈ ബോംബ് സൃഷ്ടിക്കപ്പെടുന്നത്. അപ്പോൾ അതാണ് കരിമണൽ കർത്ത. ആ മിനറൽസാണ് ഇവിടുന്ന് കയറ്റി അയക്കുന്നത്. അത് ജപ്പാനിലേക്കും USA-യിലേക്കും യൂറോപ്പിലും ഒക്കെ അയക്കുന്നുണ്ട്. അതിൽ നിന്ന് വരുന്ന പണം വളരെ കൂമ്പാരം പോലെ അത് നിറഞ്ഞു നിൽക്കും അവരുടെ അക്കൗണ്ടിൽ.
അതിൽ നിന്ന് 1,72,00,000 രൂപ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾക്ക് വീണ വിജയന് കൊടുത്തു. അവർ ചില സേവനം ചെയ്തുകൊണ്ടാണ് കൊടുത്തത് എന്ന് പറഞ്ഞിട്ടാണ് ഇത് കൊടുക്കുന്നത്. പക്ഷേ അവർ ഒരു സേവനവും ചെയ്തിട്ടില്ല എന്ന് ഇ ഡി കണ്ടെത്തി. അതുകൊണ്ടാണ് ഇ ഡി നടപടിയുമായിട്ട് മുന്നോട്ട് പോയത്. ഇ ഡിയുടെ ഒപ്പം നമുക്കറിയാം SFI-IOയും ഈ രണ്ട് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളാണ് ഇന്ത്യയിലെ കള്ളപ്പണം വെളുപ്പിക്കലും കള്ളപ്പണം ഇന്ത്യയിൽ കൈമാറ്റം ചെയ്യലും കള്ളപ്പണം ഉപയോഗിച്ചിട്ട് സ്വത്തുക്കൾ സമ്പാദിക്കുന്നതും അത് രാഷ്ട്രീയ പാർട്ടി ആയാലും ഏത് പാർട്ടി ആയാലും ശരി അത് ഇന്ത്യയിൽ ആര് ചെയ്താലും ഇ ഡി ഇടപെടും. അതേസമയത്ത് SFI-യും ആ കാര്യത്തിൽ അന്വേഷണം നടത്തും. സാർ, ഇവിടെ സംസ്ഥാന പോലീസിനെ പോലും അറിയിക്കാതെയാണ് ഇ ഡി റെയ്ഡിനെത്തുന്നത്. ഇന്റലിജൻസിനെയോ സ്പെഷ്യൽ ബ്രാഞ്ചിനെയോ ലോക്കൽ പോലീസിനെയോ അറിയിക്കാതെയായിരുന്നു ഈ ഒരു റെയ്ഡ്. കേസിൽ വീണ വിജയന്റെ സാമ്പത്തിക ഇടപാടുകൾ, സാമ്പത്തിക സ്രോതസ്സിന്റെ ഇടപാടുകൾ, കമ്പനിയുടെ വിവരങ്ങൾ, പിണറായി വിജയന്റെ വിവരങ്ങൾ എന്നിവയൊക്കെ പരിശോധിക്കും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ശരിക്കും ഇതൊരു കുരുക്കാകുമോ? ഒരു കുരുക്കുമില്ല. ഇത് ഇന്ത്യയിലെ നിയമപരമായി ഇ ഡിയോ SFI-യോ CBI-യോ സ്റ്റേറ്റ് പോലീസോ അന്വേഷണം നടത്താൻ പാടില്ലാത്ത ചില വ്യക്തികളുണ്ട്. അത് ഇന്ത്യയുടെ സുരക്ഷാ കാര്യങ്ങൾ വ്യക്തികൾക്ക് കൊടുക്കുന്ന രണ്ട് വിഭാഗങ്ങളുണ്ട്. ഒന്ന് SPG ആണ്. മോസ്റ്റ് പവർഫുൾ ആൻഡ് സ്പെഷ്യലൈസ്ഡ് ഒരു കാറ്റഗറിയിൽ പെട്ടതാണ് SPG. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർക്കും ഇന്ത്യൻ പ്രസിഡന്റിനും മറ്റും കൊടുക്കുന്നത് SPG കാറ്റഗറിയിലുള്ള പ്രൊട്ടക്ഷനാണ്. SPG കാറ്റഗറി പ്രൊട്ടക്ഷനുള്ള ഒരു വീടുകളിലും അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ വീടുകളിലും റെയ്ഡ് നടത്താൻ പാടില്ല. അതുപോലെ തന്നെ പ്രൈം മിനിസ്റ്റർക്കും ഇന്ത്യൻ പ്രസിഡന്റും വൈസ് പ്രസിഡന്റിനും ഒക്കെ SPG കാറ്റഗറിയിലുള്ള പ്രൊട്ടക്ഷനാണ് കൊടുക്കുന്നത്. അതേസമയത്ത് Z കാറ്റഗറി ഉണ്ട്. ഇന്ത്യയിലെ ചില മിനിസ്റ്റേഴ്സ്, കേന്ദ്ര മിനിസ്റ്റേഴ്സ്, അതുപോലെ ഗവർണർമാർ, സംസ്ഥാന മുഖ്യമന്ത്രിമാർ, അവർക്കൊക്കെ Z കാറ്റഗറിയാണ് കൊടുത്തത്. കേരള മുഖ്യമന്ത്രി പിണറായി വിജയന് കഴിഞ്ഞ 10 വർഷമായിട്ട് Z കാറ്റഗറിയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ ഇ ഡി റെയ്ഡ് ചെയ്യാൻ പാടില്ല. കഴിഞ്ഞ ദിവസം അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തുനിന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്നു. അദ്ദേഹത്തിൻ്റെ Z കാറ്റഗറി മാറ്റി Y കാറ്റഗറിയായി. അതോടുകൂടി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ റെയ്ഡ് ചെയ്യാനുള്ള അധികാരം ഇ ഡിക്കും അതുപോലെ തന്നെ SFI-ക്കും ലഭിച്ചു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഈ റെയ്ഡ് തടയാൻ വേണ്ടി കേരള ഹൈക്കോടതി കൊടുത്തിരുന്ന ആ ഒരു സ്റ്റേ, ആ പെറ്റീഷൻ, അത് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി അതിൽ ഡിസ്പോസ് ചെയ്തു. അപ്പോൾ ആ തർക്കവും തീർന്നു. ഡൽഹിയിലുണ്ടായിരുന്ന ചില നടപടിക്രമങ്ങളുമൊക്കെ ഇ ഡിക്ക് അനുകൂലമായി. അപ്പം മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന് Z കാറ്റഗറി ആയപ്പം അവിടെ ഇ ഡി റെയ്ഡ് ചെയ്യാനോ SFI-ക്ക് റെയ്ഡ് ചെയ്യാനോ കഴിയില്ല. അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറി ആ കാറ്റഗറി മാറി Y കാറ്റഗറിയിലോട്ട് പോയി. അദ്ദേഹത്തിന് ഒരു എസ്കോട്ട് മാത്രമേ ഇപ്പോൾ ഉള്ളൂ. അതുകൊണ്ടാണ് ഇ ഡി അവിടെ റെയ്ഡ് നടത്തിയത്. കേരളത്തിലെ 12 സ്ഥലങ്ങളിൽ സൈമിൾട്ടേനിയസ് ആയിട്ട് ഇന്ന് വെളുപ്പിന് 5 മണിക്ക് ഇ ഡി ഉദ്യോഗസ്ഥന്മാർ റെയ്ഡ് തുടങ്ങി. ധർമ്മടത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ, തിരുവനന്തപുരത്ത് 50,000 സ്ക്വയർ ഫീറ്റുള്ള വീട് വാടകയ്ക്ക് എടുത്തിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവായ അദ്ദേഹം. ആ വീട്ടിൽ, അദ്ദേഹത്തിൻ്റെ മരുമകൻ്റെ വീട്ടിൽ, അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട 12 സ്ഥാപനങ്ങളിലേക്ക് ഇന്ന് വെളുപ്പിനെ 5 മണി മുതൽ റെയ്ഡ് തുടങ്ങി ഇ ഡി. അദ്ദേഹത്തിൻ്റെ 50,000 സ്ക്വയർ ഫീറ്റുള്ള ബേക്കറി ജംഗ്ഷനിലെ വീട്ടിൽ എത്തിയത് ഇന്ന് വെളുപ്പിനെ 5 മണിക്ക്. അദ്ദേഹത്തിനെയും ഭാര്യയും മകളെയൊക്കെ വിളിച്ചുണർത്തി. അതിനുശേഷം അത് യന്ത്രത്തോക്കുകളുള്ള പ്രൊട്ടക്ഷനോടുകൂടി അദ്ദേഹത്തിൻ്റെ വീട് വളഞ്ഞ് റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മരുമകൻ വീണ വിജയൻ്റെ ഭർത്താവ് മുഹമ്മദ് റിയാസിൻ്റെ വീട്ടിലും റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ 1,72,00,000 രൂപ എക്സാലോജിക്ക് ഇനി ലഭിച്ചത് കരിമണൽ കർത്തായുടെ യൂണിറ്റിൽ നിന്നാണ്. അത്
ഒരു സേവനം ചെയ്യാതെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കൈക്കൂലി തന്നെ ആയി പരിഗണിക്കേണ്ടി വരും. അപ്പോൾ ഇനി അദ്ദേഹത്തിൻ്റെ സംസ്ഥാനത്തെ CPM-ൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിലും അവിടുത്തെ പുതിയ ബിൽഡിങ്ങിലും തീർച്ചയായിട്ടും റെയ്ഡ് ഉണ്ടാവും. അതിൻ്റെ സോഴ്സ് പണം എവിടുന്ന് വന്നു? 174 കോടി രൂപ ചെലവാക്കിയെന്ന് പറയപ്പെടുന്നു പുതിയ ബിൽഡിങ്ങിലെ CPM. അത് അവിടുത്തെ നമ്മുടെ നഗരത്തിൻ്റെ, തിരുവനന്തപുരം നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് തന്നെയാണ് ആ ബിൽഡിംഗ് ഉയർന്നു നിൽക്കുന്നത്. അപ്പോൾ ആ പണമൊക്കെ എങ്ങനെ വന്നു? അതുകൊണ്ട് ഇഡിയുടെ അടുത്ത നീക്കവും സംസ്ഥാന ഗവൺമെൻറ്റിന്, ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് അല്ലെ പുതിയ ഗവൺമെൻറ്റിന് ലഭിക്കേണ്ട കരിമണൽ അത് സർക്കാരിന് വിറ്റാൽ കോടിക്കണക്കിന് രൂപ ഖജനാവിലേക്ക് വരും. അതൊരു പ്രൈവറ്റ് ആൾക്കാരുടെ ഖജനാവിലേക്കാണ് പോകുന്നത്. അതിന് തടസ്സം ഉണ്ടാകാതെ കഴിഞ്ഞ 10 വർഷം പിണറായി വിജയൻ്റെ ഗവൺമെൻറ് അവർക്ക് വേണ്ടി നിലനിന്നു എന്നാണ് വരുന്നത്. ഈ CMRL അത് ആലുവയിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 1989 അത് രജിസ്റ്റർ ചെയ്യുന്നത്. കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെയിൽ ലിമിറ്റഡ് CMR കമ്പനിയാണ് 1989 രജിസ്റ്റർ ചെയ്തത്. സർക്കാരിൻ്റെ അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ പൊതുമുതലായ മിനറൽസ് ഒരു പ്രൈവറ്റ് ഏജൻസി കഴിഞ്ഞ കുറേ വർഷങ്ങൾ 89 പോലെ തട്ടിക്കൂട്ടി ആ സ്വത്തുക്കൾ അപഹരിച്ചു കൊണ്ട് പോകുന്നതിനെതിരെ തീർച്ചയായിട്ടും നടപടി ഉണ്ടാവും. ഇഡിയുടെ രാജ്യത്തിൻ്റെ സ്വത്ത് പ്രൈവറ്റ് ആൾക്കാർ വിറ്റ് പണമുണ്ടാക്കി അത് കൈക്കൂലിയായി പലർക്കും, പല പാർട്ടി നേതാക്കന്മാർക്കും കൊടുക്കുന്നു എന്ന കണ്ടെത്തൽ അത് കൃത്യമായിട്ട് ഇഡി അതിലേക്ക് വന്നു കഴിഞ്ഞതിൻ്റെ ലക്ഷണം തന്നെയാണ് ഈ 12 സ്ഥലങ്ങളിലെ മുൻ മുഖ്യമന്ത്രിയുടെ താമസ സ്ഥലം ഉൾപ്പെടെ ഇപ്പോൾ റെയ്ഡ് നടക്കുന്നത്. ഇവിടെ ഈ എക്സാലോജിക് CMRL ഇടപാടുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമുള്ള കേസിൽ ഇഡിയുടെ അന്വേഷണവും സമൻസുമെല്ലാം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി ഇന്നലെയാണ് തള്ളിയത്. ഇതിന് പിന്നാലെയാണ് ഇന്ന് റെയ്ഡും നടന്നിരിക്കുന്നത്. CPM-ന് ഇത് വലിയ തലവേദനയാകില്ലേ? ഇത് CPM-ന് തലവേദന തന്നെ. കാരണം ഈ പണം എങ്ങോട്ടൊഴുകി, ആര് കൊണ്ടുപോയി എന്നൊക്കെ ഇപ്പം ഇഡി കണ്ടെത്തി കഴിയും. അത് ഇതുവരെ ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന് Z കാറ്റഗറി ഉള്ളത് കൊണ്ടാണ് ആ റെയ്ഡ് നടക്കാതിരുന്നത്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ റെയ്ഡ് പാടില്ല എന്ന് ഈ ഇഡിയുടെ നിയമത്തിൽ തന്നെ പറയുന്നുണ്ട്, SFIയുടെ നിയമത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ആ റെയ്ഡ് നടക്കാതിരുന്നത്. ആ റെയ്ഡിന് ഇപ്പം സമയമായി. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ Z കാറ്റഗറി എടുത്തു കളഞ്ഞു. അദ്ദേഹത്തിന് Y കാറ്റഗറിയാണ്. അതായിരുന്നു ഒരു മേജറായ തടസ്സം എന്നാണ് ഞാൻ കരുതുന്നത്. ഇത് തീർച്ചയായിട്ടും ഇതിൻ്റെ എത്ര കോടി രൂപ ഇതുപോലെ വന്നു ഈ പ്രൈവറ്റ് ഏജൻസിയിൽ നിന്ന്, അത് എന്തിനാണ് വന്നതെന്നുള്ള വിശദീകരിക്കാനായിട്ട് മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തിക്ക് കഴിയുമെന്ന് എനിക്ക് തോന്നണില്ല. അതിനകത്ത് പ്രതിസ്ഥാനത്തേക്ക് മുൻ മുഖ്യമന്ത്രിയും മകളും മരുമകനും അതിനായിട്ട് വേറെ ആരാണ് അതിന് ഷെയർ ചെയ്ത് ആ പണം അവരുമൊക്കെ ഉൾപ്പെടെ പ്രതികളാകും എന്നാണ് കരുതുന്നത്. KSIDC എന്ന് പറയുന്ന സംസ്ഥാന സർക്കാരിൻ്റെ ഒരു സ്ഥാപനമാണ്. അവർ 1,52,00,000 രൂപ വക്കീലിന് ഈ KSIDCയുടെ കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. പക്ഷേ കൊടുത്തിരിക്കുന്നു. ഈ വീണ വിജയൻ്റെ CMRL ആ കമ്പനിയുമായിട്ടുള്ള കേസുകൾ നടത്താൻ വേണ്ടിയിട്ട് സംസ്ഥാന ഖജനാവിൽ നിന്ന് എന്തിനാണ് KSIDC 1,52,00,000 രൂപ കൊടുത്തത്? അത് കൊടുത്ത ആരാണ് ആ ഉത്തരവ് പാസ്സാക്കിയത്? അവരിൽ നിന്ന് അത് ഈടാക്കാൻ പുതിയ സർക്കാർ ശ്രമിക്കേണ്ടിയിരിക്കുന്നു.